കൊയിലാണ്ടി മണ്ഡലത്തിൽ ഏറെ ജനകീയനായ ചെറിയ കുട്ടികൾക്ക് പോലും പരിചിതനായ സ്ഥാനാർത്ഥിയായ ദാസേട്ടനാണ് LDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യഘട്ട പ്രചാരണ പരിപാടികൾ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് മണ്ഡലത്തിൽ? നല്ല മാറ്റങ്ങൾ പ്രകടമാണ്. സ്ഥാനാർത്ഥിയെ നിലയ്ക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ മാറ്റങ്ങൾ. പിന്നെ ഞാനൊരു പുതുമക്കാരനല്ല. ഈ മണ്ഡലത്തിൽ 10 കൊല്ലം പ്രവർത്തിച്ച് ആ രീതിയിൽ മാത്രമല്ല അതിനു മുമ്പ് 10 കൊല്ലം ചെയർമാനായി പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവമുണ്ട്. പക്ഷേ എനിക്ക് ഈ മണ്ഡലത്തിൽ ഗുണമെന്ന് വെച്ചാൽ മിക്കവാറും ആളുകളുടെ പേരെല്ലാം എടുത്ത് വിളിച്ച് പറയാം. മാത്രമല്ല വോട്ടർമാരെല്ലാം എനിക്ക് നേരിട്ട് അറിയാവുന്ന വോട്ടർമാരാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി മറ്റുള്ളവരെക്കാൾ എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം വളരെ പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ വികസനം എത്തിക്കാനാണ് ഞാൻ പരമാവധി ശ്രമിക്കുന്നത്. നേരത്തെ ഞാൻ തുടങ്ങി വെച്ച കുറെ പദ്ധതികളുണ്ട്. അതിൽ ഒന്നാമത് റെയിൽവേ ഗേറ്റ്. ആ റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാലം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അതിന് ഏറിയ പ്രവർത്തനവും നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് പൂർണ്ണതയിലേക്ക് എത്തിക്കണമെന്നാണ്. രണ്ടാമത് ഈ പടിഞ്ഞാറ് ഭാഗത്തൂടെ പോകുന്ന തീരദേശ ഹൈവേ അതൊരു 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത് ഈ പ്രദേശങ്ങളെല്ലാം കുടിവെള്ളം എത്തിക്കാൻ, എല്ലാ ആളുകൾക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ. നാലാമത് ഇവിടെ ഒരു ശ്മശാനം, പയ്യോട് ഭാഗത്തൊരു ശ്മശാനം ഉണ്ടാക്കുക. അതുപോലെ നമ്മുടെ ഈ പുറമ്പോക്ക് ഭൂമിയെല്ലാം ഏറ്റെടുത്ത് ഈ ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം എടുത്തുകൊണ്ട് അവിടെ ഏറ്റവും നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരുമായിട്ട് അവർക്ക് കൊടുക്കാനുള്ള നടപടിയാണ് നൽകുന്നത്. മറ്റൊന്ന് നമ്മളെ കരാര് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഭൂമിയുള്ള അവശേഷിക്കുന്ന ഭൂമി കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളാക്കി മാറ്റാൻ ആവശ്യമായ നടപടി. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു.